നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാം നിങ്ങളിൽ പെട്ടെന്ന് എത്തണം എന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഈ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് ഉള്ളേ, അപ്ലൈ ചെയ്യുന്നതിനും മറ്റൊക്കെയുള്ള ഡേറ്റുകളുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വിവരങ്ങളെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ്സ്, നിർധനരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം. ഇങ്ങനെ ഈ പദ്ധതി പ്രകാരം അശരണരായ വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം. വനിതാ ശിശു വികസന വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ അപേക്ഷിക്കുന്നതിനുള്ള അവസാന ഡേറ്റ് ഡിസംബർ 15 ഈ പദ്ധതി പ്രകാരം ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുന്നു. ആ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എടുത്ത ശേഷം അപേക്ഷിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻ്ററുകളിലോ അതല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് സെൻ്ററുകളിലോ പോയിട്ട് അപേക്ഷിക്കുക കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും രേഖകളൊക്കെ ഹാജരാക്കണം എന്നുള്ളതൊക്കെ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം അടുത്ത അപ്ഡേറ്റ്സ് നോക്കാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ്സ് നമുക്ക് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മോട്ടോർ വാഹന സേവനദാതാക്കളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അറിയിക്കുന്ന ഒരു അറിയിപ്പാണിത്. പോലീസ് RTO ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ഗതാഗത നിയമലംഘനങ്ങളുടെ തുക 15 ദിവസത്തിനുള്ളിൽ അടയ്ക്കാത്ത പക്ഷം കോടതിക്ക് ഈ കേസുകൾ കൈമാറുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എല്ലാ റോഡിലും എല്ലായിടത്തും AI ക്യാമറകൾ വെച്ചിട്ടുണ്ട് അല്ലേ. അത് പ്രകാരം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനെല്ലാം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും. അതല്ലെങ്കിൽ വീട്ടിലോട്ട് ലെറ്ററൊക്കെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഫൈനുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് 15 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ ആ കേസ് കോടതിയിലേക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കോടതിയിൽ പോയി അടയ്ക്കേണ്ടി വരും. അപ്പം അതാണ് ഈ രണ്ടാമത്തെ അപ്ഡേറ്റ്സ്. എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. മൂന്നാമത്തെ വിവരം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കൃഷി വകുപ്പുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ലയിലെ കൃഷിഭവനുകളിലേക്ക് 150 ദിവസത്തെ ഇന്റേൺഷിപ്പിന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഗ്രികൾച്ചർ പഠിച്ചവർക്കും അതുപോലെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ് ഇൻ അഗ്രികൾച്ചർ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി kerala.agriculture.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ കൃഷി ഓഫീസിൽ നേരിട്ടോ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ചേരുന്നതിനുള്ള പ്രായപരിധിയുണ്ട്. 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഇന്റേൺഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനുള്ള യോഗ്യത ഉള്ളത്. അതുപോലെ ഇത് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 2024 സെപ്റ്റംബർ 13 കേട്ടോ. അപ്പോൾ മറ്റു വിവരങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തൊക്കെയുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ലിപ്പിക്സ് ഞാൻ വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തൊരു വാർത്ത പറയാൻ പോകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേട്ടോ. സൗജന്യ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ 9 മുതൽ ആരംഭിച്ചു. അതായത് ഇന്ന് മുതൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മഞ്ഞ, ബ്രൗൺ കാർഡ് ഉടമകൾക്കാണ് ഓണക്കിറ്റ് ലഭിക്കുക. മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ കടയിൽ നിന്ന് നേരിട്ട് ഓണക്കിറ്റ് വാങ്ങിക്കാവുന്നതാണ്. നേരത്തെ ഇത് സപ്ലൈകോ വഴിയാണ് വിതരണം ചെയ്യുന്നത് എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സപ്ലൈകോ വഴിയല്ല, നേരിട്ട് റേഷൻ കടയിൽ നിന്ന് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണയും ഓണക്കിറ്റ് വിതരണം നടക്കുന്നത്. എന്നാൽ ബ്രൗൺ കാർഡ് ഉടമകൾക്കാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഓണക്കിറ്റ് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്രൗൺ കാർഡ് ഉടമകൾക്ക് എന്ന് പറഞ്ഞാൽ 4 അംഗത്തിന് 1 കിറ്റ് എന്ന കണക്കിലാണ് ഓണക്കിറ്റ് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇത് അവർ താമസിക്കുന്ന അഗതി മന്ദിരത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ സപ്ലൈകോ ഓണം ഫെയറും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് സപ്ലൈകോ ഓണം ഫെയർ നടത്തുന്നത്. അതിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, FMCG ഉൽപ്പന്നങ്ങൾ എന്നിവ 10 മുതൽ 50% വരെ വിലക്കുറവിൽ അവിടെ ലഭിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സപ്ലൈകോയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ.
ഇനി അടുത്തൊരു വാർത്ത ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഹരിതകർമ്മസേന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ വീടിനടുത്തൊക്കെ ഇപ്പം നമ്മുടെ ക്ലീൻ കേരള എന്നുള്ള ഒരു ഉദ്യമവുമായിട്ടാണ് നമ്മൾ ഹരിതകർമ്മസേന ഒക്കെ ഉണ്ടാക്കിയത് അല്ലേ സംസ്ഥാനത്ത്. അപ്പം അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പറയുന്നത്. ഹരിതകർമ്മസേന കോർഡിനേറ്റർ നിയമനം. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനിലും CDSകളിലും ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി കോർഡിനേറ്റർമാരെ ഓണറേറിയം വ്യവസ്ഥയിൽ നിയമിക്കുന്നു. ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ, ഹരിതകർമ്മസേന CDS കോർഡിനേറ്റർ, അതായത് സ്ത്രീകൾക്ക് മാത്രമാണ് ഇതിൽ, എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. ജില്ലാ കോർഡിനേറ്റർക്ക് ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. പ്രതിമാസ ഓണറേറിയം 25,000 രൂപയാണ്. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് CDS കോർഡിനേറ്റർക്ക് ആവശ്യമുള്ള യോഗ്യത. അവർക്ക് പ്രതിമാസം 10,000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. ഇനി അപേക്ഷ ഫോം ഇവിടെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് ഐഡിയിൽ ലഭിക്കുന്നതാണ്. അപേക്ഷ 13 വൈകിട്ട് 5 വരെ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരുടെ കാര്യാലയം, സിവിൽ സ്റ്റേഷൻ പാലക്കാട് 678001 എന്ന വിലാസത്തിൽ സ്വീകരിക്കും. പരീക്ഷാ ഫീസായ 200 രൂപ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ പാലക്കാട് ജില്ലയുടെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റായി നൽകണം. ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാ ക്ലിപ്പിംഗ്സ് ഇവിടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്ലിയറായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇപ്പം നിലവിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലും അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു അധിക യോഗ്യത തന്നെയാണ് അവർക്ക്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് 5 വാർത്തകളാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തത് കേട്ടോ. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക്കിന് വളരെയധികം ഉപകാരമുള്ള കാര്യങ്ങളുമാണ്. അപ്പം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള അവസരങ്ങൾ ആവശ്യത്തിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.